ഈശ്വമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഉണ്ണിനിലാവിന്റെ 20ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ഗ്രന്ഥം നീതിമാൻ എന്ന് വിശേഷിപ്പിക്കുന്ന വിശുദ്ധൻ. വാക്കുകളേക്കാൾ വാത്സല്യമാണ് മൗനം എന്ന് തന്നെ ജീവിതം കൊണ്ട് തെളിയിച്ച വിശുദ്ധിയുടെ നിറകുടം, തിരുസഭയുടെ കാവൽക്കാരൻ. പ്രിയമുള്ളവരെ, ഇനി നമുക്ക് വിശുദ്ധ യൗസേപ്പിതാവിന്റെ സ്വപ്നത്തെ പറ്റി ചിന്തിച്ചാലോ? വിശുദ്ധ യൗസേപ്പിതാവിന്റെ സ്വപ്നത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ വഴികളിൽ ദൈവഹിതത്തെ തിരിച്ചറിയുന്നതിന്റെ പ്രാധാന്യത്തെ, വിശ്വാസത്തിന്റെയും കരുണയുടെയും പ്രത്യേകതകളെ വിലയിരുത്താൻ നമുക്ക് ശ്രമിക്കാം. പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും വലയം തീർത്ത പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ടപ്പോഴും അവിടെ ദൈവത്തിന്റെ കരം തിരിച്ചറിഞ്ഞ തന്റെ സ്വപ്നത്തെക്കാൾ ഏറ്റവും വലിയ സ്വപ്നം ദൈവത്തിന് തന്നെ കുറിച്ചുണ്ടെന്ന് വിശ്വസിച്ച പഴയ നിയമത്തിലെ ജോസഫിനെ ദൈവം എങ്ങനെ പരിപാലിച്ചുവെന്ന് വിശുദ്ധ ഗ്രന്ഥം വിവരിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലെ ജോസഫിന്റെ നിഴലാണ് പൂർവ്വ യൗസേപ്പ്. ദൈവകുമാരനായ ഈശോ എന്ന നിധി, പരിശുദ്ധ കന്യകാമറിയം എന്ന കൃപാവരങ്ങളുടെ രാജ്ഞി എന്നിങ്ങനെയുള്ള അഭൗമിക സമ്പത്തിന്റെ മേൽനോട്ടം ഏൽപ്പിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ സ്വപ്നമായിരുന്നു വിശുദ്ധ യൗസേപ്പ്. നീതിമാൻ എന്ന ഒറ്റ വിശേഷണമേ വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധ യൗസേപ്പിന് നൽകുന്നുള്ളൂ. അതിൽ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ ഉൾച്ചേർന്നിട്ടുണ്ട്. ഉറക്കത്തിൽ പോലും ആത്മീയ ഉണർവുണ്ടായിരുന്ന യൗസേപ്പിന് ദൈവത്തിന്റെ മനസ്സ് വെളിപ്പെട്ട് കിട്ടുന്നത് സ്വപ്നത്തിലാണ്. ജോസഫിന്റെ അനുഭവം വിശ്വാസത്തോടെ ദൈവത്തിന്റെ കരം തിരിച്ചറിയാൻ എങ്ങനെ സാധിക്കുന്നുവെന്ന് കാണിക്കുന്നു. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ഒരു വേള ദൈവത്തിന്റെ സ്വപ്നങ്ങൾ പൂവണിക്കുവാനല്ല, മറിച്ച് നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് ജീവിതത്തിൽ ഇന്നോളം യാത്ര ചെയ്തതെന്ന്, ട്രാക്ക് തെറ്റിയാണ് ഓടിയതെന്ന് അറിഞ്ഞാൽ അത് എത്ര വേദനാജനകമായിരിക്കും. ഭാവി ജീവിതത്തെ കുറിച്ച് താൻ ചെയ്ത സ്വപ്നങ്ങൾ മാറ്റിവെച്ച് ദൈവം തനിക്കായി നൽകിയ സ്വപ്നങ്ങൾ സ്വന്തമാക്കിയവനാണ് ജോസഫ്. നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ വേണ്ട എന്ന് വെച്ച് ദൈവത്തിന്റെ സ്വപ്നം സ്വന്തമാക്കാൻ നാം മടിക്കേണ്ടതില്ല. അതിനായി ദൈവത്തിൽ ആശ്രയിക്കാം. ജീവിതം മുഴുവൻ ദൈവിക പദ്ധതിക്കായി നൽകിയ ഈ പുണ്യപിതാവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്തുമസിന്റെ എല്ലാവിധ മംഗളങ്ങൾ നേരുന്നു. നന്ദി. ജയ് ക്രൈസ്റ്റ്.